എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ വിട്ടുപോയവർക്ക് വീണ്ടും സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവരൊരു തൊഴിൽ കാർഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. എന്നാൽ 1995 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പുതുക്കലിനെ നിർദ്ദേശിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ പുതുക്കാൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒറ്റത്തവണ പുതുക്കലിലൂടെ സീനിയോറിറ്റി വീണ്ടും നിലനിർത്തുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ അവസാനിക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതിയോടുകൂടി ഇത് അവസാനിക്കുകയാണ്. ഇനിയൊരു അവസരം പിന്നീട് ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ അവസരം എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സീനിയോറിറ്റി നഷ്ടപ്പെട്ട കാർഡിൻ്റെ എല്ലാവിധ സാധ്യതയും അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ഒറ്റത്തവണ പുതുക്കലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന് വീണ്ടും സീനിയോറിറ്റി ലഭിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ വായ്പ പോലുള്ള അനവധി ആനുകൂല്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ലഭിക്കുന്നതാണ്. എല്ലാവരും തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടേണ്ടതാണ്. ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് പുതുക്കലിനുള്ള അവസാന തീയതി അനുവദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ടും എല്ലാവരും പുതുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ വിവരം ഷെയർ ചെയ്തെത്തിക്കുവാനും കൂടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.